നമസ്കാരം ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൈ നെയിം ഈസ് നിത്യ. ഗൈസ്, ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ ലീഡോ വൂക്ക് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറിന്റെ പുതിയൊരു ഡ്രാമ, അതായത് റൊമാൻറ്റിക് പ്ലസ് കോമഡി ആയിട്ടുള്ള പുതിയൊരു ഡ്രാമ റിലീസ് ആയിട്ടുണ്ട്. മാർച്ച് 31-നായിരുന്നു കേട്ടോ ആ ഡ്രാമയുടെ ഫസ്റ്റ് എപ്പിസോഡ് റിലീസ് ആയത് കേട്ടോ. നിങ്ങൾക്ക് ഈ ആക്ടറിനെ അറിയില്ലേ? ഗോബ്ലിൻ എന്ന് പറയുന്ന ഡ്രാമയിൽ സെക്കൻഡ് ലീഡ് ആയിട്ട് അഭിനയിച്ചിട്ടുള്ള, അതായത് നമ്മുടെ ഗ്രിം റീപ്പർ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ആക്ടറിന്റെ ഡ്രാമയാണ് കേട്ടോ ഇത്. അതിനു മുന്നേ ഞാൻ ഡ്രാമയുടെ പേര് പറഞ്ഞില്ലല്ലോ, ഡൈവോഴ്സ് ഇൻഷുറൻസ് എന്നാണ് ഡ്രാമയുടെ പേര് കേട്ടോ. ഭയങ്കരമായിട്ട് കോമഡി പ്ലസ് റൊമാൻറ്റിക് ആയിട്ടുള്ള ഡ്രാമയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരിക്കും ഈ ഡ്രാമയിൽ ഫോളോ ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ഞാനുണ്ടല്ലോ ഇദ്ദേഹത്തിന്റെ എ ഷോപ്പ് ഫോർ കില്ലേഴ്സ് എന്ന് പറയുന്ന ഭയങ്കര ത്രില്ലർ ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് റീസെന്റ് ആയിട്ട് ഇദ്ദേഹത്തിന്റെ ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ആക്ടിങ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മെയിൻ ആയിട്ട് ഗോബ്ലിനിൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നീടാണ് അദ്ദേഹത്തിന്റെ ഡ്രാമാസ് പിന്നീട് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങി, പുതിയത് ഏതൊക്കെയാണെന്നൊക്കെ നോക്കാൻ തുടങ്ങി. പിന്നെ അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഡൈവോഴ്സ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു പുതിയ ഡ്രാമ വരുന്നുണ്ട് എന്ന് ഞാൻ കേട്ടത് കേട്ടോ. മാർച്ച് 31-ന് റിലീസായി, ഫസ്റ്റ് എപ്പിസോഡ് റിലീസായി. ഓൾറെഡി 4 എപ്പിസോഡ്സ് ഇതിന്റെ റിലീസ് ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഇതിന്റെ ഒന്നും തന്നെ വീഡിയോസും കാര്യങ്ങളും ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാന്ന് വിചാരിച്ചത് കേട്ടോ. 행복한 남은 인생을 위한 그런 보험이 있나요? 여러분들의 인생에 예상치 못한 이혼이 갑툭튀하더라도 운명을 받아들이고 살아갈 수 있게끔 이혼 보험 만들자고요. ഡൈവോഴ്സ് ഇൻഷുറൻസ്, ഡൈവോഴ്സ് ഇവര് വക്കീലന്മാരാണോ? ഹിയർ കംസ് സ്പെഷ്യൽ ഇൻഷുറൻസ് പോളിസി മേക്കേഴ്സ്. ഓ, സ്പെഷ്യൽ ഇൻഷുറൻസ് പോളിസി ഉണ്ടാക്കുന്ന ആൾക്കാരായിട്ടാണ് ഇവർ ആക്ട് ചെയ്തേക്കുന്നത്. അല്ല, ഒരു 4 ആൾക്കാരെ കാണുന്നുണ്ട് കേട്ടോ. ഈ ഒരു ആക്ടറെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അയ്യോ, ഒരു കോമഡി താരം തോന്നി ഇദ്ദേഹം കേട്ടോ. 왜 결혼박람회장인 건데요? 이거 뭐 북극에서 냉장고를 갈라는 건 위험률 검증은 리스크 서버인 제가 리스트부터 뽑죠. 이상한 기류가 느껴지는 나만 그러니까 이혼 보험 꼭 만든다. ഇങ്ങനെ കാണുമ്പോ തന്നെ ഭയങ്കര കോമഡി ആയിട്ടാണല്ലേ അത് മേക്ക് ചെയ്തേക്കുന്നത്. ആക്ട്രസിന് എനിക്ക് പരിചയമില്ലല്ലോ, മുന്നേ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ആകെ അറിയുന്നത് വേറൊരു ആക്ട്രസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതില് വേറൊന്നും കാണിച്ചില്ലായിരുന്നു. ആ ആക്ട്രസിനെ എനിക്ക് അറിയാം, മെയിൻ ആയിട്ടുള്ള ആക്ട്രസിനെ എനിക്ക് അറിയില്ല കേട്ടോ. നമുക്ക് വേറൊരു വീഡിയോ കണ്ടു നോക്കിയാലോ. 세상에는 수많은 보험이 있습니다. ഓ, അതായത് ശരിയാണ്, ലോകത്ത് പലയേറെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു ഡൈവോഴ്സ് ഇൻഷുറൻസ് എന്നൊക്കെ ഞാൻ കേൾക്കുന്നത് കേട്ടോ. എർത്ത് ക്യൂക്ക് ആൻഡ് ഡിസാസ്റ്റർ ഇൻഷുറൻസ് ഉണ്ട്, ഫയർ ഇൻഷുറൻസ് ഉണ്ട്, കാർ ഇൻഷുറൻസ് ഉണ്ട്. However, 이걸 대비하는 보험은 없었습니다. there is no. 바로 이혼입니다. ഓ, ഇതാണ് ഡൈവോഴ്സ് ഇൻഷുറൻസ്. 당신의 행복을 보장해줄 이혼 보험. 플러스 손해보험이 응원합니다. ജനറൽ ഇൻഷുറൻസ് വിൽ ഹെൽപ്പ് യു എന്ന്. ശരിയാ, ഹാപ്പിയുടെ ആയിട്ട്, അതായത് മാരീഡ് കപ്പിൾസിന് ചിലപ്പോ ഹാപ്പിനെസ് ഒന്നും ഇല്ലെങ്കിൽ അവർക്ക് ആകെയുള്ളൊരു സമാധാനം എന്ന് പറയുന്നത് ഡൈവോഴ്സ് ചെയ്യാൻ പറ്റുമല്ലോ എന്നാണ് അല്ലേ. അപ്പൊ അവർക്കുള്ള ഒരു ഹെൽപ്പിംഗ് ഓട് കൂടിയിട്ടാണ് ഈ ഒരു ഡൈവേഴ്സ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇവര് മേക്ക് ചെയ്തേക്കുന്നത്. കൺസെപ്റ്റ് പുതിയതാണെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും കോമഡി ആയിട്ടുള്ള ഒരു ഡ്രാമയാണ്. ഇദ്ദേഹത്തിന് കോമഡി ഒക്കെ ഭയങ്കര വർക്കൗട്ട് ആവുന്നുണ്ടല്ലേ. ഗോബ്ലിനിലെല്ലാം എന്തൊരു കോമഡി അല്ലേ കാണാനായിട്ട്. ഗോബ്ലിനിലും അതേപോലെ തന്നെ. പക്ഷെ റീസെന്റ് ആയിട്ട് ഞാൻ കണ്ട ഷോപ്പ് ഫോർ കില്ലേഴ്സിൽ ഒറ്റ കോമഡി ഇല്ല കേട്ടോ. ഭയങ്കര ത്രില്ലർ ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് കേട്ടോ. ഇത് വെച്ച് നോക്കുമ്പോൾ ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജോണറാണ്. കാരണം ഇത് നമുക്ക് മൈൻഡ് ഫ്രീയോട് കൂടിയിട്ട് കാണാൻ പറ്റിയിട്ടുള്ള ഒരു കോമഡി ഡ്രാമയാണ് ഡൈവോഴ്സ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് കേട്ടോ. ട്രെയിലർ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്തായാലും എനിക്ക് കാണാൻ തോന്നുന്നില്ല. പിന്നീട് എന്തായാലും കാണാൻ പറ്റുവാണെങ്കിൽ കാണാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതായിരിക്കും ബൈ.